മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് കുറച്ചു സീസണുകളായിട്ട് അത്ര നല്ല രീതിയിലായിരുന്നില്ല കാര്യങ്ങളുടെ പോക്ക്. പലതരത്തിൽ അവരുടെ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും വിചാരിച്ച ഇമ്പാക്റ്റ് കണ്ടിരുന്നില്ല. പോർച്ചുഗലിൽ നിന്ന് റൂബൻ അമോറിം എത്തുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി എത്തിച്ചൊരു മാനേജറായിരുന്നു. 2024 നവംബറിൽ യുണൈറ്റഡിൻ്റെ ചുമതല ഏറ്റെടുത്ത അതേ സീസൺ അവസാനിപ്പിച്ചത് ഒരു ഡിസാസ്റ്റർ സീസണായിട്ടാണ്. അവിടെ നിന്നിങ്ങോട്ട് അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ, അതായത് കറൻലി റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന 2025-26 സീസണിൽ അമോറിമിന് കീഴിൽ അടുക്കിടെ സൈനിങ്ങുകൾ നടത്തുന്നു. സെസ്കോ, കുന്യ, എംബൂമോ അങ്ങനെ മുന്നേറ്റ നിര ശക്തിപ്പെടുത്തുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദ പ്രോബ്ലംസ് ആർ എക്സിസ്റ്റിംഗ് ദർ. മികച്ച താരങ്ങൾ അവൈലബിൾ ആയിട്ടും അവരെ കോർത്തിണക്കി കളി മെനയാൻ സാധിക്കാത്തതോ അവരുടെ തനത് റോളിൽ നിന്നും മാറ്റങ്ങൾ വരുത്തിയതോ ഡോണ്ണോ. യുണൈറ്റഡ് വിജയിക്കേണ്ട മത്സരത്തിൽ പോലും ഒടുക്കം സമനിലയിലേക്ക് കളിയെത്തുന്നു. റെലഗേഷനിൽ മല്ലിടുന്നവർ പോലും യുണൈറ്റഡിനെതിരെ പോയിന്റ് കണ്ടെത്തുന്നു. എങ്ങനെ? അമോറിമിന്റെ തന്ത്രങ്ങളൊന്നും ഹൈലി കോമ്പറ്റീവ് ലീഗായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വർക്കായില്ല എന്നതാണ് സത്യം. അങ്ങനെയിരിക്കെയാണ് ആ വാർത്ത വരുന്നത്. സാക്ഷാൽ റൂബൻ അമോറിമിനെ മാൻ യുണൈറ്റഡ് പുറത്താക്കിയിരിക്കുന്നു. വലിയ ഹൈപ്പും ഹോപ്പോടു കൂടി എത്തിയ റൂബൻ പാതി വഴിയിൽ നിന്നും തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തുന്നു. അതിനുശേഷം കെയർടേക്കറായി ഡാരൻ ഫ്ലഞ്ചറും ഇന്ററിംഗ് കോച്ചായി മൈക്കിൾ കാരിക്കും എത്തുന്നുണ്ട്. തങ്ങളുടെ ആ പഴയ ലെജൻഡ് കാരിക്കിൻ്റെ കടന്നുവരവാണ് ഒരു ടേണിംഗ് പോയിന്റായി മാറിയത്. അദ്ദേഹം ചുമതലയേറ്റെടുത്ത ആദ്യ മത്സരം കളിക്കുന്നത് പെപ്പിൻ്റെ സിറ്റിക്കെതിരെ. ആസ് എ മാനേജർ ലഭിക്കാവുന്ന ആദ്യ ടൈറ്റ് കോമ്പറ്റീഷൻ. കെയർടേക്കറായി യുണൈറ്റഡിൽ മുമ്പൊരു എൻട്രി നടത്തിയത് കൊണ്ട് തന്നെ പെപ്പിൻ്റെ സിറ്റിക്ക് മുമ്പിൽ ഒട്ടും പതറാതെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഒരു റീ എൻട്രി കാരിക്ക് നടത്തുകയുണ്ടായി. തൊട്ടടുത്ത മത്സരത്തിൽ തലപ്പത്തുള്ള ആർസനലിനെയും തകർത്ത് ആ യാത്ര തുടർന്നു. പിന്നീട് ഫുൾഹാം, ടോട്ടനാം, എവർട്ടന്, ക്രിസ്റ്റൽ പാലസ്, ആസ്റ്റൺ വില്ല, അങ്ങനെ മാൻ യുണൈറ്റഡിന് മുമ്പിൽ എല്ലാം തകർന്നടിഞ്ഞു. ന്യൂകാസിലെതിരെയുള്ള തോൽവി മാറ്റി നിർത്തിയാൽ സെക്കൻഡ് ടൈമിൽ യുണൈറ്റഡിനെ നയിക്കാൻ തുടങ്ങിയത് മുതൽ സോഫാർ അൺബീറ്റൻ റണ്ണാണ് മൈക്കിൾ കാരിക്കും മാൻ യുണൈറ്റഡും നടത്തിക്കൊണ്ടിരിക്കുന്നത്. റൂബൻ അമോറിം സൈൻ ചെയ്ത അദ്ദേഹത്തിന് കീഴിൽ കളിച്ച അതേ താരങ്ങളെ വെച്ച് മൈക്കിൾ കാരിക്ക് എങ്ങനെ ഇത്രയൊക്കെ ചെയ്തെടുത്തു? ഉത്തരം സിമ്പിളാണ്. ബേസിക്കായ ചില മാറ്റങ്ങൾ വരുത്തിയതോടെ ടീമിൻ്റെ റിസൾട്ടിലും ഫലം കണ്ടു തുടങ്ങി. കാസിമിറോയും ബ്രൂണോ ഫെർണാണ്ടസുമൊക്കെ കാരിക്കിന് കീഴിൽ ബെസ്റ്റ് ഫുട്ബോളാണ് ഇന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അടുത്ത ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള കടന്നുവരവിന് എല്ലാ സാധ്യതകളും തുറന്നെടുത്ത് പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. എവിടെ നിന്നൊരു ടീമായിരുന്നു. ഭൂതകാലത്തെ ലെഗസി കൊണ്ട് വിസ്മയിപ്പിച്ചവർ ഇന്ന് തകർച്ചയിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്.